ഇന്നലെ വില്യാപ്പള്ളി കുറ്റ്യാമ്പള്ളിയിൽ നടന്ന ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഒരു സ്ഫോടനം നടന്ന് ഒരു വിദ്യാർത്ഥി പ്രായമുള്ള 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൈ നഷ്ടപ്പെട്ട് വില്യാപ്പള്ളിയിൽ ആശുപത്രി കൊണ്ടുപോയി. ഇന്നലെ 4 മണിക്ക് നടന്ന സംഭവം പോലീസിനെയോ അല്ലെങ്കിൽ കൈപ്പത്തി നഷ്ടപ്പെട്ട ഹോസ്പിറ്റലിൽ പോയൊരു സംഭവം ഹോസ്പിറ്റൽ അധികാരികളോ ഒന്നും പറയാതെ പൂഴ്ത്തി വെച്ച് മുമ്പോട്ട് പോയ രീതിയിൽ അതിനെ കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് 2 മണിക്കാണ് പോലീസിൻ്റെ സ്ക്വാഡുകളൊക്കെ വന്ന് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി മുമ്പോട്ട് പോകുന്നത്. ഇത്രയും സമയത്തിനിടക്ക് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുവാനുള്ള ശ്രമമാണ് പോലീസും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതരും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ ചെയ്തത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുവാനുള്ള ശ്രമമാണിത്. നമ്മുടെ നാട്ടിലൊക്കെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. തോടന്നൂരെ സ്ഫോടനം, അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മണിയൂരിലെ സംഭവവും, അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായ സംഭവങ്ങളിലൊക്കെ പരമ്പരയുണ്ടായി. അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ശ്രമവും, അതുപോലെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു ജാഗ്രതയില്ലാത്ത നിലപാടെടുത്ത് മുമ്പോട്ട് പോകുന്നു. ഇതുവരെയും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഞങ്ങൾ വളരെ ശക്തമായി ആവശ്യപ്പെടുകയാണ് പോലീസിനോട്. ആ കേസൊന്നും രജിസ്റ്റർ ചെയ്യാതെ പോലീസ് CPMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും താളങ്ങൾക്കനുസരിച്ച് കളിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മുമ്പോട്ട് പോകുന്നത് വലിയ ഗുരുതരമായ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഉത്തരവാദപ്പെട്ട പോലീസ് സംവിധാനത്തെയും ഈ സംവിധാനം അറിയിക്കുവാനും അതിനാവശ്യമായ നിയമപരമായ സംവിധാനത്തിലൂടെ മുമ്പോട്ട് പോകുവാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് അടിയന്തരമായി ഈ സംഭവത്തെക്കുറിച്ച് വില്യാപ്പള്ളിയിലെ ഒരു CPM നേതാവിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലാണ് ഈ സ്ഫോടനമുണ്ടായത്. കഴിഞ്ഞ കാലത്തെ ഒരു CPM ലോക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ CITUവിൻ്റെ ജില്ലാ നേതാവായിരുന്ന സുരേഷ് ബാബുവിൻ്റെ സഹോദരി ഭർത്താവിൻ്റെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ ആങ്ങളുടെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദുരൂഹതയ്ക്ക് പിന്നിൽ LDFO അല്ലെങ്കിൽ CPMO ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഇവിടെ ഒരു വീട്ടിൻ്റെ മുകളിൽ നിന്നാണ് ഇത് നടന്നത്. അപ്പോൾ വീട്ടിൻ്റെ മുകളിൽ അങ്ങനെ സംഭവം നടക്കണമെങ്കിൽ ഇതിനാവശ്യമായ സാധനങ്ങൾ അവിടെ കൊണ്ടാച്ചതല്ലേ. ഇത് ചിലപ്പോൾ ഈ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുവാൻ സ്ഫോടന വസ്തുക്കൾ സ്ഫോടനാത്മകമായ രീതിയിൽ പണിയാൻ വേണ്ടി അതിൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് പണിയെടുത്തായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു ശക്തമായ അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഇത്തരം വിഷയങ്ങളുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാനും ഒക്കെ ശ്രമം നടത്തുന്നു ഉദ്യോഗസ്ഥന്മാർ മുഴുവനായി. ഇന്നലെ തന്നെ ഞങ്ങൾ ഇവിടെ വോട്ടർ പട്ടികയിലുണ്ടാകുന്ന അപാകതകളെക്കുറിച്ചും അതിനുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ ഞങ്ങളൊരു ഇവിടെ RDOയുമായി ബന്ധപ്പെട്ട് അത് ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ, അത് സിവിൽ ഉദ്യോഗസ്ഥന്മാരായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ഒക്കെ അതിന് തെരഞ്ഞെടുപ്പുമായി ചുക്കാൻ പിടിക്കുന്ന ആളുകളൊക്കെ കഴിഞ്ഞ ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു യൂണിയൻ്റെയും ആളുകൾക്കായി മാറുന്നത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ശക്തമായി പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിർബന്ധമായും പോലീസിൻ്റെ സമഗ്രാന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ സമഗ്രാന്വേഷണം നടത്തുവാൻ പോലീസിൻ്റെ ഭാഗത്തേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ശക്തമായ പക്ഷവുമായി പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിർബന്ധമായും പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തുവാൻ വേണ്ടി ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. ആവശ്യമായ രീതിയിൽ ഇതിന് കംപ്ലൈൻറ്റ് കൊടുക്കുവാനും ഞങ്ങൾ തയ്യാറാവും. അത് മനസ്സിലാക്കണമെങ്കിൽ പോലീസ് അന്വേഷിക്കണം. പക്ഷേ പോലീസ് അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ മീഡിയ ഗ്രൂപ്പിൽ ഇതൊക്കെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ബോംബ് പൊട്ടി, ബോംബ് സ്ഫോടനത്തിനെതിരെ ഞങ്ങളെ പൂർണ്ണമായ ധാരണ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങൾ അതിനെയൊക്കെ ഇതായിട്ടാണ് നമ്മൾ പറയുന്നത്.
കാരണം ഈ വില്യാപ്പള്ളി ഉണ്ടായ ഒരു ബോംബ് സ്ഫോടനം തന്നെയാണെന്ന് UDF നേതൃത്വം വിശ്വസിക്കുന്നു. കുഴപ്പമില്ലല്ലോ. അല്ലല്ല, അതിൻ്റെ തൊട്ടടുത്ത് CPMൻ്റെ ഒരു കുടുംബസംഗമം നടക്കുന്നുണ്ട് 2 വീടുകൾക്കപ്പുറം. ആ വീടിൽ നടക്കുന്ന കുടുംബസംഗമത്തിൽ പ്രസംഗിച്ചുകൊണ്ടായിരിക്കുന്ന ആളുകൾ പോലും ഞെട്ടിപ്പോയി എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ബോംബ് ഇങ്ങനെ വിലയിരുത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ തെറിഞ്ഞല്ലോ. അപ്പോൾ ബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലാ ഭാഗത്തും നടക്കുന്നതെന്നാണ്. തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. കുറ്റ്യാടി ഇതുണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറ്റ്യാടി UDFൻ്റെ സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള ജയിക്കും എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറ്റ്യാടിയിൽ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കപ്പെട്ടാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ പോലും ഒരു 45ഓളം വോട്ടർ പട്ടികയിൽ ഈ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ RDO എടുത്ത നിലപാട്, അതും LDFൻ്റെ ഒരു അരജിയുടെ പുറത്തുണ്ടായ സെക്രട്ടറിയുടെ അരജിയുടെ പുറത്തുണ്ടായ തീരുമാനം അത് തെറ്റാണെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കളക്ടറെടുത്ത് ഞങ്ങൾ പോയി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കുവാനുള്ള ശ്രമം തന്നെയാണ് ഇതൊക്കെ നടത്തുന്നത്. അത് വോട്ടർ പട്ടികയുണ്ട്. ഏതാണ്ട് 400 ഇവര് പത്രസമ്മേളനം നടത്തുന്നതായിരുന്നു. 490 500 അടുത്ത വോട്ടുകൾ കളവ്, അതായത് ഇരട്ട വോട്ടുകളാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. നിലവിലെ അപ്പുറം വോട്ടുകൾ അതേ ആൾക്കാർക്ക് തന്നെ ഇപ്പുറം വോട്ട് ചേർത്തിട്ട് അത് ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ലാത്ത ഈ കേസ് കാര്യം ഒന്നും അറിയാത്ത ആൾക്കാരെ കൊണ്ട് അങ്ങനെ ഇത് ചേർത്തിട്ടുള്ളതാണ് മെഞ്ഞാന്ന് ഇവർ പത്രസമ്മേളനം നടത്തി LDFന്റെ. അങ്ങനെ ഇലക്ഷൻ നടത്തിയില്ലെങ്കിൽ ഗവൺമെൻറ് നടത്തിയ SIRൻ്റെ അപാകതയാ ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ല. ഞങ്ങൾ പരിശോധിച്ച് 46-47 ബൂത്തുകളിൽ ഇവർ ഓരോ ആളുകളെയും പേര് എഴുതി കൊടുത്തിട്ടാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്. ഞങ്ങളത് പരിശോധിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചാലൊക്കെ ഒറ്റ വോട്ടാ പറയാക്കുള്ളൂ. തീർത്ത് എവിടെയെങ്കിലും വിട്ടുപോയെന്ന് അറിയില്ല. അത്രയേ ഉള്ളൂ. ഈ ബോംബിന്റെ ഈ പരിക്കേറ്റ കുട്ടിയുടെ ഈ ബോംബ് പരിക്കേറ്റ കുട്ടിയുടെ ഞങ്ങളുടെ തീരുമാനം അതിൻ്റെ മുകളിൽ നിന്ന് ബോംബ് ഉണ്ടാക്കുമ്പോഴാണ് ഇത് പൊട്ടിയെന്നാ. അതാണ് അതിലാരൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ അപകടം പറ്റിയതിന് മാത്രമേ കൈപ്പത്തി നഷ്ടപ്പെട്ടു വേണ്ട ഞങ്ങൾക്ക് അറിഞ്ഞുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വേറെ ആരൊക്കെ ഉണ്ടോ എന്നും അറിയില്ല. അതുകൊണ്ടാണ് ആശുപത്രിയിൽ എത്തിയപ്പോഴും ഈ വിവരം പോലീസിന് കൊടുക്കാതെയും ഒക്കെ ഉണ്ടായ ഒരു ഇതുണ്ടായത്. ആശുപത്രി ഇപ്പോൾ ഒരു സാധനം എത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഫോടനം എന്ന് പറഞ്ഞാൽ പോലീസിനെ അറിയിക്കൂലേ? അതറിയിച്ചിട്ടില്ല. പോലീസ് നാട്ടിൽ എന്ത് ഒരു വിഷയം ഉണ്ടായാലും പോലീസ് കേസെടുക്കുമല്ലേ? ഈ കാര്യത്തിൽ എടുത്തിട്ടില്ല. ദുരൂഹത എന്ന് പറഞ്ഞാൽ ഈ ബോംബ് സ്ഫോടനം ഉണ്ടായി. എന്തോ സ്ഫോടനം നമുക്കറിയില്ല, ബോംബാണോ എന്താണെന്നറിയില്ല. പക്ഷേ സ്ഫോടനം ഉണ്ടായി ആശുപത്രിയിൽ എത്തിച്ചു. ഡേ ടൈമിലാണ് സംഭവം. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ പോയി. അവരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യില്ല? ഞാൻ കിട്ടുന്ന മറുപടി ആശുപത്രി മാനേജ്മെൻറ്റിലെ ഉത്തരവാദപ്പെട്ട ഒരാൾ അയാൾ പറഞ്ഞു ഒരു കാരണവശാലും പോലീസിൽ അറിയിക്കരുതെന്ന്. ഈ കക്ഷിയാരെന്ന് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവിടെയാണ് ഞങ്ങളിതിൽ ദുരൂഹത കാണുന്നത്. ഞങ്ങൾക്കിതറിയില്ല. അന്വേഷിക്കാനുള്ള സംവിധാനമുണ്ട്. അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. പടക്കം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ ധാരാളം പടക്കം വാങ്ങാൻ കിട്ടുന്നില്ലേ? അപ്പോൾ പടക്കം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് അതറിയണം. ഈ സ്ഫോടനം ഉണ്ടായിട്ട് അതിൻ്റെ ശബ്ദമുണ്ട്. പരിസരത്ത് ധാരാളം ആളുകളുണ്ട്. CPMന് ധാരാളം ആളുകളുടെ പ്രദേശമാണ്. ആരും അറിയില്ലല്ലോ. നിങ്ങൾ പത്രക്കാർ അറിഞ്ഞോ? പോലീസ് അറിഞ്ഞോ? ആരെങ്കിലും അറിഞ്ഞോ? ഇന്ന് 24 മണിക്കൂറിന് ശേഷമാണ് എല്ലാവരും വിവരം അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് മറച്ചു വെക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചെയർമാൻ പറഞ്ഞ പോലെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ 1, 2, 3 ബന്ധുക്കൾ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരുമാണ്. ഞങ്ങൾ ആരോപിക്കുന്നില്ല, പക്ഷെ അന്വേഷിക്കണം. ഇവിടെ ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബോർഡിന് നേരെ ബോംബറുണ്ടായി. ഇതേ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾക്കറിയാം KSUവിൻ്റെ ഒരു നേതാവിൻ്റെ വീട് ബോംബ് ആക്രമിച്ചു. ആ ബോംബാക്രമണത്തിലെ പ്രതി ഒരു അധ്യാപകനാണ്. ഞങ്ങൾ പറഞ്ഞു ആ അധ്യാപകൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിൽ സ്ഥിരം സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇതൊന്നും ആരോപണമല്ല. അപ്പോൾ ഈ നിയോജകമണ്ഡലത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ഇവിടെ ഞങ്ങൾ സംശയിക്കുകയാണ്. സ്വാഭാവിക ജനാധിപത്യത്തിൽ ഞങ്ങളുടെ സംശയത്തിന് ഇവിടെ അന്വേഷിക്കാനുള്ള സംവിധാനമുണ്ട്. മീഡിയക്ക് അന്വേഷിക്കാം. ഞങ്ങളുടെ സംശയം ന്യായമായും ജനങ്ങളുടെ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്.
ഈ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാലോ, ഇവിടെ കാഫി സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന 100% ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ നമ്മുടെ നിയോജകമണ്ഡലം അല്ല കേരളമാകെ മലിനമാക്കിയ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. ജയിക്കാൻ മറ്റ് അജണ്ടകളില്ലെങ്കിൽ, ജനങ്ങളോട് പറയാൻ അജണ്ട ഇല്ലെങ്കിൽ എന്തും ചെയ്യാം, എന്തും പറയാം എന്നൊരു സാഹചര്യമുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തോട് പറയേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ഈ പോലീസ് പറയുന്നത് അത് ബോംബല്ല, അത് പടക്കാന്നാണ് പോലീസുകാർ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, സ്ഫോടക വസ്തു UDF-ന്റെ കയ്യിൽ അന്വേഷിക്കാനുള്ള സംവിധാനമില്ല. അത് പോലീസിന്റെ കയ്യിലുണ്ട്. സ്ഫോടക വസ്തു ഉണ്ടല്ലോ, നിർമ്മിക്കാനുള്ള സാധനം ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം കേസെടുക്കേണ്ടതാണ്. ഇവിടെ 3 സംഭവം നമ്മൾ കൂട്ടി വായിക്കണം. ഒന്ന്, മിഥുൻ ബാലന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞു. അപ്പോൾ അതിനോട് തുടർച്ചയായി തന്നെ തോടന്നൂരിലുള്ള ഒരു ബോർഡ്, ആ ബോർഡ് സ്ഫോടക വസ്തുവിൽ നശിപ്പിച്ചു. അതിന് തൊട്ടടുത്താണ് കുറേ വോട്ടർമാരെ ASD ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. ASD ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ASD ലിസ്റ്റ് വോട്ട് പാടേ നിഷേധിക്കാനല്ല, വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ വോട്ട് ചെയ്യാൻ പിന്നീട് അതിൻ്റേതായ നടപടിക്രമമുണ്ട്. അപ്പോൾ ASD ലിസ്റ്റിൽ വന്ന ഒരു വോട്ടർ അവിടെ വോട്ട് ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ അതൊരു സംഘർഷത്തിന് സാധ്യതയില്ല. അപ്പം രണ്ടാമതാണ് ഒരു സംഘർഷത്തിനുള്ള വഴി വരുന്നുണ്ട്. മൂന്നാമതാണ് ഇപ്പോൾ ഇവിടെ ഒരു ബോംബ് പൊട്ടിയിട്ട് ഒരു ചെറിയ കുട്ടിയുടെ കൈപ്പത്തി തകർന്നു പോയിരിക്കുന്നത്. അവിടെയുള്ള സംശയം എന്താ, അങ്ങനെ ഒരു പട്ടാപ്പകൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒരു ആശുപത്രി പോകുന്നു. ആശുപത്രി പോയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആശുപത്രിയിൽ ഇങ്ങനെയുള്ള ഒരു വീട് പരിക്കേറ്റ് ചെന്നാൽ പോലും അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതിയെടുക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ആശുപത്രിയുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പോലീസിനെ അറിയിച്ചില്ല എന്ന് മാത്രമല്ല, പോലീസിനെ അറിയിക്കാൻ വേണ്ടി ഡോക്ടർമാർ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ മാനേജ്മെൻറ്റിലെ പ്രബലനായ ഒരു വ്യക്തി അത് വേണ്ട എന്ന് നിഷേധിച്ചു എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ആ വ്യക്തി ഈ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ എന്തോ ഗൂഢാലോചന ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അപ്പം ഞങ്ങൾ പറയുന്നത് സമഗ്രമായ സുതാര്യമായ അന്വേഷണം നടത്തി ഇതിൻ്റെ പുറകിലുള്ള ശക്തികളെ, കുറ്റക്കാരെ പൊതുജന സമക്ഷം പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പൊതുവെ UDF ചായലുള്ള ആൾക്കാരല്ല, അതിൽ മിക്ക ആൾക്കാരും UDF-ആയി ബന്ധപ്പെട്ട ആൾക്കാർ. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ മൊത്തത്തിൽ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. മാനേജ്മെന്റിലുള്ള ഒരു ആളെന്നാ പറഞ്ഞു. നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ. മാനേജ്മെന്റിലുള്ള പ്രബലനായ ഒരു വ്യക്തി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പ്രവർത്തിച്ച ആളാണ്, ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആളാണ്. ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ അയാൾ മാനേജ്മെന്റിനോട് പോലീസിൽ ഇത് വളരെ വളരെ സിമ്പിൾ അല്ലേ. ഒരു ഓലപ്പടക്കം പൊട്ടിയിട്ടാണ് പരിക്ക് പറ്റിയെന്ന് വിചാരിക്കുക. ആശുപത്രിയിലെത്തിയാൽ ആശുപത്രിയുടെ പ്രാഥമികമായിട്ടുള്ള ധർമ്മം എന്താ, അത് പോലീസിനെ അറിയിക്കണ്ടേ? എന്തുകൊണ്ട് അറിയിച്ചില്ല? അതാണ് ഞങ്ങൾ അന്വേഷിച്ചത്. അപ്പം പറഞ്ഞു ഇന്നയാണ് ഒരു കാരണവശാലും പോലീസിൽ അറിയിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആരോപണത്തെ ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു ആരോപണമായിട്ട് കൂട്ടി വായിക്കണം. എവിടെയാണെന്നറിയോ, ഞങ്ങൾ മിഥുൻ ബാലന്റെ വീട്ടിന് നേരെ ബോംബാക്രമണം നടന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് വിരൽ ചൂണ്ടുന്നത് ആരിലേക്കാണ് എന്ന്. ഒരു അധ്യാപകൻ, സമൂഹത്തിൽ മാന്യതയോടുകൂടി നിലനിൽക്കേണ്ട, സമൂഹത്തിലെ പുതിയ തലമുറക്ക് വഴികാട്ടിയാവേണ്ട അധ്യാപകൻ, ഈ അധ്യാപകൻ അതിൻ്റെ തൊട്ടടുത്ത ദിവസം വരെ എവിടെയായിരുന്നു? നമുക്കറിയാം, ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള സന്തത സഹചാരിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത് എവിടെയോ ഒരു അങ്കലാപ്പിൽ നിന്ന് എന്തൊക്കെയോ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് എന്ന് UDF ആരോപിക്കുകയാണ്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,